നമ്മൾക്ക് ഈ വീഡിയോ പാർട്ടിൽ എങ്ങനെയാണ് ഒരു ക്ലയന്റ് കമ്പ്യൂട്ടർ, അതായത് നമ്മൾക്ക് നമ്മുടെ കമ്പനിയിൽ ഇഷ്ടംപോലെ ക്ലയന്റ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ ആ ക്ലയന്റ് കമ്പ്യൂട്ടേഴ്സ് എങ്ങനെയാണ് നമ്മുടെ സെർവറുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ DC ആയിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് DC അണ്ടറിലാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മളുടെ DC പേരെന്താണ് കൊടുത്തിരിക്കുന്നത്? മൈ IT ഫ്രണ്ട്സ് .com എന്ന പേരിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇതിന്റെ IP അഡ്രസ് എത്രയാണ്? IP 192.168.1.100 ആണ് IP അഡ്രസ് കൊടുത്തിരിക്കുന്നത്. പ്രിഫേർഡ് DNS ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ്? 192.168.1.100 തന്നെ. അപ്പോൾ ഈ DCയോട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഇതൊരു സ്വിച്ചിന്റെ സിമ്പിളാണ്. ഓക്കെ, DC സ്വിച്ചുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. സ്വിച്ചിൽ നിന്ന് ഒത്തിരി കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് കരുതുക. ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിന്റെ ഇപ്പോൾ നമ്മൾക്ക് ഇത് എന്ന് പറയുന്നത് ജസ്റ്റ് വിൻഡോസ് 8 അല്ലെങ്കിൽ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ജസ്റ്റ് ഒരു കമ്പ്യൂട്ടർ മാത്രമാണ് ഇപ്പോൾ ഇത്. ഇവിടെ നമ്മൾ 2016 സെർവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു, അങ്ങനെയാണത് അല്ലേ? 2016 സെർവർ ആണ് ഇത്. നമ്മുടെ DC സെർവറും ഇത് ക്ലയന്റും ആണ് അല്ലേ? വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ക്ലയന്റ് കമ്പ്യൂട്ടർ. അപ്പൊ ഈ ക്ലയന്റിനെ സെർവറുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ DCയും ഈ നമ്മുടെ ക്ലയന്റ് മെഷീനും തമ്മിൽ ഫിസിക്കലി കണക്റ്റഡ് ആയിരിക്കണം. മീൻസ് ദാറ്റ് കേബിൾ ഉപയോഗിച്ച് കണക്റ്റഡ് ആയിരിക്കണം. വയർലെസ് ആണെങ്കിലും വയർലെസ് രീതിയിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയിരിക്കണം. ഇനി ഇതിന്റെ IP അഡ്രസ് ഇവിടെ കൊടുത്തിരിക്കുന്ന അനുസരിച്ച് 192.168.1.2 ആണ് ഞാൻ ഈ കമ്പ്യൂട്ടറിന് കൊടുത്തിരിക്കുന്ന IP അഡ്രസ് എന്ന് കരുതി. ഇതിന്റെ പേര് PC2 ആണ്. ഓക്കെ, PC2 എന്ന് പറയുന്ന കമ്പ്യൂട്ടറിന് ഞാൻ കൊടുത്തിരിക്കുന്ന IP അഡ്രസ് എന്ന് പറയുന്നത് 192.168.1.2. ഇനി ഇതിന്റെ പ്രിഫേർഡ് DNS ആയിട്ട് എന്ത് കൊടുക്കണം? നമ്മളുടെ DNS സെർവറിന്റെ IP അഡ്രസ് കൊടുക്കണം. അതായത് നമ്മുടെ DCയുടെ IP അഡ്രസ് എത്രയാണത്? പ്രിഫേർഡ് DNS 192.168.1.100. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ പോയി നമ്മുടെ ക്ലയന്റ് കമ്പ്യൂട്ടറിൽ കയറുന്നു. ഇതിപ്പോൾ വെർച്വൽ മെഷീന്റെ സഹായത്തോടുകൂടിയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനിഷ്യലി തന്നെ ഉണ്ട്. നമ്മൾക്ക് ആദ്യമേ തന്നെ ഇതിന്റെ ഫിസിക്കൽ മെഷീന്റെ പ്രോപ്പർട്ടീസ് എടുക്കണം. അതായത് ഇപ്പോൾ 01 DC അതിന്റെ പ്രോപ്പർട്ടീസ് എടുത്തിട്ട് നമുക്കിവിടെ ഫിസിക്കലി കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വെർച്വലി നമ്മൾ കണക്ട് ചെയ്യാണ്. അതുകൊണ്ട് നെറ്റ്വർക്ക് അഡാപ്റ്റർ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ബ്രിഡ്ജഡ് എന്ന് പറയുന്ന മോഡിലോട്ട് മാറ്റണം. ബ്രിഡ്ജഡ്. അതുപോലെ തന്നെ നമ്മുടെ ക്ലയന്റ് മെഷീന്റെയും സെറ്റിംഗ്സ് എടുത്തിട്ട് ഹോസ്റ്റ് ഓൺലി മാറ്റിയിട്ട് ബ്രിഡ്ജഡ് എന്ന് പറയുന്ന മോഡിലോട്ട് മാറ്റുക. ഇപ്പൊ രണ്ടും ബ്രിഡ്ജഡ് മോഡിലോട്ട് ആക്കി. ഇനി വേറെ കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പോൾ ഈ മെഷീന്റെ IP അഡ്രസ് നമുക്ക് ചെക്ക് ചെയ്യാം. കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുന്നു, എസ് കൊടുക്കുന്നു, പിങ് അല്ലെങ്കിൽ IP കോൺഫിഗ് എന്ന് പറഞ്ഞ് കൊടുക്കത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 192.168.1.2 എന്നാണ് പറഞ്ഞ് കാണാൻ സാധിക്കും. ഇവിടെ DNS കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് DNS കൈയോടുകൂടി കൊടുക്കുക. ഓപ്പൺ നെറ്റ്വർക്ക് ആൻഡ് ഷെയറിംഗ് സെന്റർ എടുക്കുക, ചേഞ്ച് അഡാപ്റ്റർ സെറ്റിംഗ്സ് എടുക്കുക, ഇഥർനെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ ക്ലയന്റ് മെഷീൻ എടുക്കുക, പ്രോപ്പർട്ടീസ് എടുക്കുക, അവിടെ നമ്മുടെ DCയുടെ IP അഡ്രസ് കൊടുക്കുക. അതായത് മെയിൻ ഡൊമൈൻ സെർവറിന്റെ IP അഡ്രസ് കൊടുക്കുക. 192.168.1.100 കൊടുക്കുന്നു. അതിനുശേഷം
വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ദിസ് പി സി ഐക്കൺ എടുക്കുകയും നമ്മൾ ഈ കമ്പ്യൂട്ടറിന്റെ പേര് മാറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ സെർവറുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ കമ്പ്യൂട്ടറിന്റെ പേര് മാറ്റിക്കണം. കണക്ട് ചെയ്തതിന് ശേഷം പേര് മാറ്റാനൊന്നും നിൽക്കരുത്. ഇപ്പോൾ കമ്പ്യൂട്ടർ നെയിം ഞാൻ നേരത്തെ മാറ്റിയിട്ടുണ്ട്, 02 PC Win 10 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് അതുപോലെ തന്നെയാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി മാറ്റാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് പേര് മാറ്റണമെങ്കിൽ ഇതുവഴി നമ്മുടെ സെർവറുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് മാറ്റിക്കണം. പിന്നെ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിലെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ അക്കൗണ്ട് ഇനേബിൾ ആയിരിക്കണം. അതായത് ക്ലയന്റ് മെഷീനിൽ മാനേജ് എടുക്കുന്നു, SPCM റൈറ്റ് ക്ലിക്ക് ചെയ്യുകയും മാനേജ് എടുക്കുകയും ലോക്കൽ യൂസേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിന് യൂസേഴ്സ് എടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് ഇവിടെ ഇനേബിൾ ആണെന്നുള്ള അറിയാൻ സാധിക്കും. ഇതിന് പാസ്വേഡ് ഒക്കെ ഇങ്ങനെ ഡിസേബിൾ മോഡിൽ ഈ താഴെ കാണിച്ചിരിക്കുന്ന പോലെ ഡൗൺ ആരോ കിടക്കുകയാണെങ്കിൽ ഡിസേബിൾഡ് ആണ്. ഇതിപ്പോൾ ഇനേബിൾഡ് ആണ്. ഇവിടെ പ്രോപ്പർട്ടീസ് എടുത്ത് സെറ്റ് പാസ്വേഡ് നമുക്ക് ഇത് വേണം ഇനേബിളും ഡിസേബിളും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഇത് ഇനേബിൾ മോഡ് നമുക്ക് ഇട്ടിരിക്കണം. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലോ ആയതുകൊണ്ടാണ്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്നുകൊണ്ട് ഈ ക്ലയന്റ് മെഷീനിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് സെർവറിലോട്ട് പിങ് കിട്ടണം. അതായത് കണക്ഷൻ ഈ ക്ലയന്റ് മെഷീനിൽ നിന്ന് ഇങ്ങോട്ടുള്ള കണക്ഷൻ ഓക്കെ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതിനായിട്ട് കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുന്നു, യെസ് കൊടുക്കുന്നു, നമ്മൾ പിങ് സ്പേസ് 192.168.1.100 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾക്ക് എന്ത് കാണാൻ സാധിച്ചു? നമുക്ക് റിപ്ലൈ കിട്ടുന്നുണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മെഷീനിലെ അതുപോലെ തന്നെ സെർവറിലെ ഫയർവാളുകൾ തൽക്കാലത്തേക്ക് ഒന്ന് ഓഫ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് റിപ്ലൈ കിട്ടി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കണക്ട് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ദിസ് പി സി ഐക്കണെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസ് എടുത്ത ശേഷം ഇതിപ്പോൾ കണ്ടോ, വർക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് കിടക്കുന്നത് നമ്മുടെ ക്ലയന്റ് മെഷീൻ വിൻഡോസ് 10 കിടക്കുന്നത്. അതിനെ ചേഞ്ച് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യുക. ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. മെമ്പർ ഓഫ്, അതായത് ഡൊമൈൻ, ഈ വർക്ക് ഗ്രൂപ്പിൽ നിന്ന് മാറ്റി, അതായത് ഇവനിപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ടായിരുന്നു കിടന്നത്, അവനെ മാറ്റി നമ്മുടെ സെർവറിന്റെ, അതായത് നമ്മുടെ ഡൊമൈൻ, ഈ ഡൊമൈൻ കൺട്രോളറിന്റെ അണ്ടറിലോട്ട് മാറ്റാൻ വേണ്ടി പോണ. അതിനുവേണ്ടി നമ്മൾ മെമ്പർ ഓഫ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. അവിടെ നമ്മുടെ DC-യുടെ, നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന അനുസരിച്ചുള്ള DC-യുടെ പേര് കൊടുക്കുക. എന്താണ് പേര്? myitfriends.com എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുകയാണ്. ഈ ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും നമ്മുടെ സെർവറിലോട്ട് ഉള്ള പെർമിഷൻ ചോദിച്ചിരിക്കുകയാണ്. myitfriends-ലോട്ട് ജോയിൻ ചെയ്യാനുള്ള പെർമിഷൻസ് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നമ്മുടെ സെർവറിന്റെ IP അഡ്രസ്സും സെർവറിന്റെ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ കൊടുക്കണം. അഡ്മിനിസ്ട്രേറ്റർ admin@123, അതായത് ഡൊമൈൻ ഏതാണ് myitfriends.com-ലോട്ട് ജോയിൻ ചെയ്തതിനായിട്ട് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററുടെ യൂസർ നെയിം പാസ്വേഡും കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, വെൽക്കം ടു myitfriends.com ഡൊമൈൻ. അതായത് ഇനി തൊട്ട് നീ myitfriends.com എന്ന് പറയുന്ന ഡൊമൈൻ്റെ അണ്ടറിലായിരിക്കും. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മളോട് ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ ചോദിക്കുന്നതാണ്. ഓക്കെ കൊടുക്കുക. റീസ്റ്റാർട്ട് ചെയ്യണം. ക്ലോസ് കൊടുക്കുക. റീസ്റ്റാർട്ട് നൗ കൊടുക്കുക. ഇനി നമുക്കിത് റീസ്റ്റാർട്ട് ആയി വന്നതിന് ശേഷം നോക്കാം. ഇപ്പോൾ ഇതുകൊണ്ടോ, ഈ മെഷീൻ ഇപ്പോൾ അതായത് നമ്മുടെ ക്ലയന്റ് മെഷീൻ ആണ് വിൻഡോസ്, അതായത് 02 PC Win 10. ആ ക്ലയന്റ് മെഷീൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നുണ്ടോ? അതായത് ഇപ്പോൾ ജസ്റ്റ് ഒരു ക്ലയന്റ് മെഷീൻ മാത്രം, ഒരു സാധാരണ ഒരു വർക്ക് ഗ്രൂപ്പ് മെഷീൻ അല്ല. ഇതിപ്പോൾ ഒരു ക്ലയന്റ് മെഷീൻ ആണ്. ആരുടെ അണ്ടറിലുള്ള myitfriends.com-ന്റെ അണ്ടറിലുള്ള ഒരു
ക്ലയന്റ് മെഷീനാണ്. അപ്പോൾ ഇങ്ങോട്ട് കയറുന്ന യൂസർ നെയിമും പാസ്വേഡും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡൊമൈനിലുള്ള ഒരു യൂസർ നെയിം പാസ്വേഡും വേണം നമ്മുടെ ക്ലയന്റ് മെഷീൻ ലോഗിൻ ചെയ്യുന്നതിനായിട്ട്. അതിന് നമുക്കൊരു ജസ്റ്റ് ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്യാം. യൂസറെ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട്, അതായത് ഒരു യൂസറായിട്ടല്ലേ കയറാൻ സാധിക്കത്തുള്ളൂ, നമുക്കൊരു യൂസറെ ക്രിയേറ്റ് ചെയ്യാം ആദ്യം തന്നെ. അതിനായിട്ട് ദിസ് പി സി ഐക്കൺ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, മാനേജ് എടുക്കുന്നു, അതായത് സെർവർ മാനേജർ നമ്മൾ എടുക്കുകയാണ്. അതിനകത്ത് കയറിയിട്ട് നമ്മൾ ടൂൾസ് എടുക്കുന്നു, ആക്റ്റീവ് ഡയറക്ടറി യൂസേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. ഇവിടെ ജസ്റ്റ് യൂസേഴ്സ് എന്നുള്ളിടത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഫ്രീ സ്പേസിൽ ന്യൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്യുന്നു. പേര്, യൂസറുടെ പേര് മിഥുൻ എന്ന് പറഞ്ഞു കൊടുക്കാം. യൂസറിന്റെ ലോഗോൺ നെയിം മിഥുൻ എന്ന് പറഞ്ഞു കൊടുക്കാം. ഇത് midun@myitfriends.com എന്നാണ് പുള്ളിയുടെ ഫുൾ നെയിം, ഫുള്ളി ക്വാളിഫൈഡ് നെയിം. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുന്നു. എന്നിട്ട് പാസ്വേഡ് ഇപ്പോൾ ഞാൻ admin@123 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, യൂസർ മസ്റ്റ് ചേഞ്ച് പാസ്വേഡ് അറ്റ് നെക്സ്റ്റ് ലോഗോൺ. ഇത് റിയൽ കേസിൽ നമ്മൾ കൊടുത്തിരിക്കണം, കാരണം അതർവൈസ് നമ്മുടെ സ്റ്റാഫ് പിന്നീട് പ്രശ്നം ഉണ്ടാക്കും. ഇപ്പോൾ പക്ഷേ ഞാനത് കൊടുക്കുന്നില്ല, എനിക്കത് അറിയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, പാസ്വേഡ് നെവർ എക്സ്പയർസ് എന്നുള്ള ഇത് ഞാൻ കൊടുക്കുന്നു. ഇത് നിങ്ങളുടെ ഉചിതം പോലെ നിങ്ങൾ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. യൂസർ ലോഗോൺ നെയിം midun@myitfriends.com. ഓക്കെ, ഫിനിഷ് കൊടുക്കുന്നു. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുക. ഇനി ഇപ്പോൾ നമ്മൾ മിഥുൻ എന്ന് പറഞ്ഞ യൂസറെ ക്രിയേറ്റ് ചെയ്തല്ലോ. ഇനി നമ്മുടെ മെഷീനിൽ പോവുക, നമ്മുടെ ക്ലയന്റ് മെഷീനിൽ പോവുക. ഈ മെഷീനിൽ അതർ യൂസർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് മിഥുൻ എന്ന് പറഞ്ഞു കൊടുക്കാം. മിഥുൻ, പാസ്വേഡ് എന്നായിരുന്നു? admin@123. അതായത് മിഥുൻ എന്ന് പറയുന്ന യൂസറായിട്ട് ഇപ്പോൾ ലോഗിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതായത് നമ്മളുടെ സെർവറിൽ നമ്മൾക്ക് യൂസേഴ്സിനെയും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ യൂസേഴ്സിനൊക്കെ ഈ കമ്പ്യൂട്ടറുകളിൽ, അതായത് 100 കണക്കിന് അല്ല 1000 കണക്കിന് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിലും ആ ഏത് കമ്പ്യൂട്ടറിൽ പോയി വേണമെങ്കിലും ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ പാർട്ടിൽ മനസ്സിലായോ എങ്ങനെയാണ് നമ്മൾ ക്ലയന്റ് മെഷീനെ DC ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡൊമൈൻ കൺട്രോളറുമായിട്ട് ജോയിൻ ചെയ്യിക്കുന്നത് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ പാർട്ടിൽ കാണാം.